നമസ്കാരം. 24 വാർത്താ പ്രഭാതത്തിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. ഇന്ന് സെപ്റ്റംബർ 2 തിങ്കളാഴ്ച, ചിങ്ങം 17. 100 ന്യൂസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ആഭ്യന്തര വകുപ്പിനെതിരായ PV അൻവർ MLA ആരോപണത്തിൽ മൗനം തുടർന്ന് CPIM. വിമർശനം P ശശിയിലേക്ക് നീണ്ടതോടെ പാർട്ടി പ്രതിരോധത്തിൽ. വിവാദങ്ങളിൽ പ്രതികരിക്കാതെ മുഖ്യമന്ത്രി. നടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ മുകേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും. പരാതിക്ക് പിന്നിൽ ബ്ലാക്ക്മെയിലിംഗ് ആണെന്ന മുകേഷിന്റെ ജാമ്യത്തെ എതിർക്കാൻ അന്വേഷണ സംഘം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ ഫെഫ്ക സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഇന്ന്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ചർച്ചയിൽ വിവിധ യൂണിയനുകളിൽ നിന്ന് അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് മുഖ്യമന്ത്രിക്ക് വിശകലന റിപ്പോർട്ട് നൽകും. ലൈംഗിക പീഡന ആരോപണത്തിൽ മുകേഷ് MLA CPIM സംരക്ഷിക്കുന്നുവെന്ന ആരോപണങ്ങൾക്കിടെ AKG സെന്ററിന് മുന്നിൽ ഇന്ന് സ്ത്രീകളുടെ സത്യാഗ്രഹം. സ്ത്രീപക്ഷ കൂട്ടായ്മയുടെ പ്രതിഷേധം രാവിലെ 10 മണിക്ക്. മുകേഷിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷ യുവജന സംഘടനകൾ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കാഫിർ സ്ക്രീൻഷോട്ട് വിവാദങ്ങളിൽ UDFന്റെ പ്രതിഷേധ സംഗമം ഇന്ന് രാവിലെ 10 മണിക്ക് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന പ്രതിഷേധ സംഗമം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വേട്ടക്കാരെ സർക്കാർ സംരക്ഷിക്കുന്നുവെന്ന ആരോപണം. ഉരുൾപൊട്ടൽ ദുരന്തം അതിജീവിച്ച മുണ്ടക്കൈ ചൂരൽമല സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം ഇന്ന് രാവിലെ 10 മണിക്ക് മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. ദുരിതബാധിതരായ തൊഴിലാളികൾക്ക് തൊഴിൽ വകുപ്പിന്റെ ധനസഹായവും ഇന്ന് വിതരണം ചെയ്യും. സംസ്ഥാനത്ത് മഴ തുടരും. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. വടക്ക് കിഴക്കൻ അറബിക്കടലിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന അസ്ന ചുഴലിക്കാറ്റ് രാവിലെയോടെ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി കുറയാൻ സാധ്യത. ബലാത്സംഗ കൊലപാതക കേസുകളിലെ പ്രതികൾക്ക് വധശിക്ഷ ഉറപ്പാക്കുന്ന ബിൽ പാസാക്കുന്നതിനായി പശ്ചിമബംഗാൾ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം ഇന്ന്. ബിൽ ഗവർണർ ഒപ്പിട്ടില്ലെങ്കിൽ രാജ്ഭവന് മുന്നിൽ അനിശ്ചിതകാല സമരം നടത്തുമെന്നും ബംഗാൾ മുഖ്യമന്ത്രി. വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ ആർജിക്കർ മെഡിക്കൽ കോളേജിൽ CBI സംഘം തിരച്ചിൽ നടത്തി. കേരളം ഇന്നു മുതൽ കുട്ടി ക്രിക്കറ്റിന്റെ ആവേശ ലഹരിയിലേക്ക്. കേരള ക്രിക്കറ്റ് ലീഗിന് ഇന്ന് തുടക്കം. ആദ്യ ദിനം 2 മത്സരങ്ങൾ. നോക്കാം കേരളത്തിലെ പ്രധാന വാർത്തകൾ. ഒളിമ്പിക്സിൽ മെഡൽ ജേതാവായ ഹോക്കി താരം PR ശ്രീജേഷിന് RCCയുടെ ആദരം. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് കൊച്ചി കോർപ്പറേഷൻ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി P രാജീവ് പങ്കെടുക്കും. കാക്കനാട് പടമുകളിൽ നിർത്തിയിട്ട കാറിന് തീ പിടിച്ചു. ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. ആർക്കും പരിക്കില്ല. കായംകുളം ചിറക്കടവിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. കൃഷ്ണപുരം സ്വദേശി രഞ്ജിത്ത് മോഹനാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ 2 പേരെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കുട്ടികളുടെ നഗ്നചിത്രം പ്രചരിപ്പിച്ചവർക്കെതിരെ നടപടികളുമായി കൊല്ലം റൂറൽ പോലീസ്. അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കാൻ ഉപയോഗിച്ച 18 മൊബൈൽ ഡിവൈസുകൾ പിടിച്ചെടുത്തു. ഡിവൈസുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. സംസ്ഥാനത്ത് ആരോഗ്യ പ്രവർത്തകർക്ക് വീണ്ടും മർദ്ദനം. തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ നഴ്സിംഗ് ഓഫീസറെയും അസിസ്റ്റന്റിനെയും യുവതിയും ആൺസുഹൃത്തും ചേർന്ന് മർദ്ദിച്ചു. ഇരുവരെയും പോലീസിൽ ഏൽപ്പിച്ചു. കോട്ടയം കാണക്കാരിയിൽ മാലിന്യം തള്ളാനെത്തിയ വാഹനം തടഞ്ഞ നാട്ടുകാർ. പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി മാലിന്യം ലോറിയിൽ തിരികെ കയറ്റി. അമ്പലപ്പുഴ ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലെ ലെവൽ ക്രോസ് നമ്പർ 101 ഇന്ന് രാത്രി 8 മുതൽ അടച്ചിടും. നിയന്ത്രണം അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ. കോട്ടയം ഏറ്റുമാനൂരിൽ ഗതാഗത കുരുക്ക്. സ്വകാര്യ ബസ്സുകളിലെ അനധികൃത സ്റ്റോപ്പ് മൂലമാണ് ഗതാഗത കുരുക്കെന്ന് പരാതി. കൊട്ടാരക്കരയിൽ നിർമ്മാണത്തിനായി ഒരാഴ്ച അടച്ചിട്ട മുസ്ലിം സ്ട്രീറ്റ് റോഡ് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാകാതെ വീണ്ടും തുറന്നു. റോഡിന്റെ കുഴികൾക്ക് പരിഹാരം കാണാതെ അധികൃതർ. 1 വർഷമായി തകർച്ചയിലാണ് റോഡ്.
കൊല്ലം തെന്മല ഗവൺമെന്റ് ആശുപത്രിയിൽ ആംബുലൻസ് ഇല്ല. രോഗികൾ ദുരിതത്തിൽ. ആര്യങ്കാവ് ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് വാഹനം എത്തുന്നതുവരെ കാത്തിരിക്കേണ്ട ദുരവസ്ഥയിലാണ് രോഗികൾ. മൂന്നാറിലെ ടാറ്റ ഹൈറേഞ്ച് ആശുപത്രിയിലേക്കുള്ള റോഡ് തകർന്നു. മൂന്നാറിലെ ഏക ആശുപത്രിയിലേക്കുള്ള റോഡാണ് തകർന്നത്. ദിവസം 100-ലധികം രോഗികളാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത്. കൊച്ചി കാക്കനാട് പടമുകളിൽ ഫ്ലൈ ഓവർ നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തം. കുന്നുംപുറം മുതൽ പടമുകൾ വരെ ഗതാഗത കുരുക്ക് യാത്രക്കാരെ വലയ്ക്കുന്നു. 3 റോഡുകൾ ചേരുന്ന പടമുകൾ പമ്പ് ജംഗ്ഷനിൽ രൂപപ്പെടുന്ന ഗതാഗത കുരുക്കാണ് ഇരുഭാഗത്തേക്കും നീളുന്നത്. പാലിയക്കര ടോൾ നിരക്ക് വർധനയ്ക്കെതിരെ പ്രതിഷേധവുമായി എഐവൈഎഫ് ജില്ലാ സെക്രട്ടറി പ്രസാദ് പറേരി പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. 10 രൂപ മുതൽ 40 രൂപ വരെ വർധനയാണ് മാസ നിരക്കുകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അങ്കമാലി റെയിൽവേ ലൈനിലെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കിയത് സിഗ്നലിംഗ് സംവിധാനവുമായി ബന്ധപ്പെട്ട അപ്ഗ്രേഡിംഗ്. ട്രെയിൻ ഗതാഗതം ഉടൻ പൂർവ്വസ്ഥിതിയിലാകുമെന്ന് റെയിൽവേ. കൊല്ലം പുനലൂർ റെയിൽവേ സ്റ്റേഷനടുത്തുള്ള റോഡ് തകർന്ന നിലയിൽ. റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ട് ചെളിവെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയിലാണ്. നിരവധി ഇരുചക്ര വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെടുന്നത്. കരുനാഗപ്പള്ളി നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ കുമാരനാശാൻ സ്മൃതി സംഗമം സംഘടിപ്പിച്ചു. സംഗമം മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിൽ KSRTC ബസും ബൈക്കും കൂട്ടിയിടിച്ച അപകടം. ബൈക്ക് യാത്രികരായ 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. തിരുവല്ല ഭാഗത്തേക്ക് പോയ ബസ് എതിർദിശയിൽ വന്ന ബൈക്കിലിടിക്കുകയായിരുന്നു. അധ്യാപകനും AKPCTA മുൻ സംസ്ഥാന സെക്രട്ടറിയുമായ പ്രൊഫസർ PV ചന്ദ്രമോഹൻ അന്തരിച്ചു. കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് അംഗം, കോഴിക്കോട് ഭവന നിർമ്മാണ സഹകരണ സംഘം പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. സംസ്കാരം പിന്നീട്. പെന്തക്കോസ്ത് സഭയുടെ യുവജന വിഭാഗമായ PYPAയുടെ 77ാമത് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് പൊതിച്ചോറ് വിതരണവും രക്തദാന ക്യാമ്പും സംഘടിപ്പിച്ചു. സ്നേഹക്കൂട് ഭവന നിർമ്മാണ പ്രൊജക്ടിന്റെ 9ാമത് വീടിന്റെ തറക്കല്ലിടിയിലും നടന്നു. പത്തനംതിട്ട പന്തളമുക്ക് റോഡ് തകർന്ന നിലയിൽ. ജലവിതരണ പദ്ധതിയുടെ ഭാഗമായി റോഡിന്റെ ഇടതുവശം 6 മാസങ്ങൾക്ക് മുമ്പ് പൊളിച്ചിരുന്നു. പൈപ്പിടാൻ മറുവശം കൂടി പൊളിച്ചതോടുകൂടിയാണ് റോഡ് പൂർണ്ണമായി തകർന്നത്. നോക്കാം പ്രധാന അറിയിപ്പുകൾ. കോഴിക്കോട് ജില്ലയിലെ വിവിധയിടങ്ങളിൽ ഇന്ന് വൈദ്യുതി മുടങ്ങും. നിയന്ത്രണം രാവിലെ 8 മുതൽ വൈകിട്ട് 3 വരെ. IHRD എഞ്ചിനീയറിംഗ് കോളേജിൽ BTech കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് മെക്കാനിക്കൽ എന്നീ കോഴ്സുകൾക്കുള്ള സ്പോട്ട് അഡ്മിഷൻ ഇന്ന് നടക്കും. വിശദ വിവരങ്ങൾ വെബ്സൈറ്റ്. മദ്രാസ് IITയിൽ ഡാറ്റാ സയൻസ് പ്രോഗ്രാമിന് അപേക്ഷിക്കാം. അപേക്ഷ സമർപ്പിക്കാവുന്ന അവസാന തീയതി ഈ മാസം 15, ഒക്ടോബർ 27 യോഗ്യതാ പരീക്ഷ. നാളികേര വികസന ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ലോക നാളികേര ദിനാഘോഷം ഇന്ന് നടക്കും. എറണാകുളം ടൗൺ ഹാളിൽ മന്ത്രി P രാജീവ് ഉദ്ഘാടനം ചെയ്യും. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ കേരള ഫുഡ് ടെക് കോൺക്ലേവ് ഇന്ന്. പാലാരിവട്ടം റിലയിൽ നടക്കുന്ന ചടങ്ങ് രാവിലെ 10 മണിക്ക് വ്യവസായ മന്ത്രി P രാജീവ് ഉദ്ഘാടനം ചെയ്യും. നോക്കാം ദേശീയ വാർത്തകൾ. ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും കനത്ത മഴ. തെലങ്കാനയിൽ 9 മരണം, നിരവധി വീടുകളിൽ വെള്ളം കയറി. ആന്ധ്രയിൽ 17,000-ഓളം പേരെ മാറ്റിപ്പാർപ്പിച്ചു. ആന്ധ്ര തെലങ്കാന മുഖ്യമന്ത്രിമാരുമായി ഫോണിൽ സംസാരിച്ച് പ്രധാനമന്ത്രി. മഹാരാഷ്ട്രയിലെ ശിവാജി പ്രതിമ തകർന്നതിൽ പ്രതിഷേധം ഘടിപ്പിച്ച മഹാവികാസ് അഘാഡി. മുംബൈയിലെ കൂറ്റൻ റാലിയുമായി ശിവസേന ഉദ്ധവ് വിഭാഗം. പ്രധാനമന്ത്രിയുടെ മാപ്പ് ജനങ്ങളെ കബളിപ്പിക്കാനെന്നും ധിക്കാരത്തിന്റെ ഭാഷയിലാണ് സർക്കാർ പെരുമാറുന്നതെന്നും ഉദ്ധവ് താക്കറെ. രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്ക് നേരെ അതിക്രമം തടയാൻ കേന്ദ്രത്തിന് സാധിക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. BJP സർക്കാരിന്റെ നിഷ്ക്രിയത്വം ആൾക്കൂട്ടം നിയമം കയ്യിലെടുക്കുന്ന സ്ഥിതിയിൽ എത്തിച്ചിരിക്കുന്നു. അധികാരത്തിലുള്ളവർ നടത്തുന്നത് ഭീതിയുടെ വാഴ്ചയെന്നും രാഹുൽ ഗാന്ധി. മണിപ്പൂരിൽ വീണ്ടും സംഘർഷം. 2 പേർ കൊല്ലപ്പെട്ടു. ഇംഫാൽ വെസ്റ്റ് ജില്ലയിലെ കൗട്രിക്കിൽ മണിക്കൂറുകൾ നീണ്ട വെടിവെപ്പ്. പരിക്കേറ്റവരിൽ പോലീസ് കമാൻഡോസും. ഡ്രോൺ ആക്രമണമുണ്ടായെന്നും റിപ്പോർട്ട്.
രാജ്യത്ത് കേസുകൾ കെട്ടിക്കിടക്കുന്നത് ജുഡീഷ്യറിക്ക് വലിയ വെല്ലുവിളിയാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ബലാത്സംഗ കേസുകളിൽ അതിവേഗം നീതി ഉറപ്പാക്കണം. ബലാത്സംഗ കേസുകളിൽ നീതി വൈകുമ്പോൾ നീതിന്യായ വ്യവസ്ഥയിൽ സംവേദനക്ഷമത കുറവാണെന്ന് സാധാരണക്കാർക്ക് തോന്നലുണ്ടാകുന്നുവെന്നും രാഷ്ട്രപതി. മുഗൾ ചക്രവർത്തി അക്ബറിനെ മഹാനായി ചിത്രീകരിക്കുന്ന പാഠപുസ്തകങ്ങൾ കത്തിക്കുമെന്ന് രാജസ്ഥാൻ വിദ്യാഭ്യാസ മന്ത്രി മദൻ ദിലാവർ. അക്ബർ വർഷങ്ങളോളം രാജ്യം കൊള്ളയടിച്ചയാളെന്നും രാജസ്ഥാൻ വിദ്യാഭ്യാസ മന്ത്രി. തന്നെ BJPക്കാർ തട്ടിക്കൊണ്ടുപോയെന്ന ആരോപണവുമായി AAP കൗൺസിലർ. ഡൽഹി കോർപ്പറേഷനിലെ ഷഹാബാദ് ഡയറി കൗൺസിലറായ രാംചന്ദ്രയാണ് ആരോപണവുമായി രംഗത്തെത്തിയത്. കഴിഞ്ഞ ദിവസം AAP വിട്ട് BJPയിൽ ചേർന്ന രാംചന്ദ്ര 4 ദിവസത്തിനു ശേഷം AAPയിലേക്ക് തിരിച്ചെത്തിയിരുന്നു. മനോജ് പാന്ത് പുതിയ പശ്ചിമബംഗാൾ ചീഫ് സെക്രട്ടറി. 1991 ബാച്ച് IAS ഉദ്യോഗസ്ഥനാണ്. നേരത്തെ ധനകാര്യ സെക്രട്ടറിയായിരുന്നു. ഉത്തർപ്രദേശിലെ ബഹ്റൈച്ചിൽ തെരുവുനായ ആക്രമണം. 7 വയസ്സുകാരനുൾപ്പെടെ 2 പേർക്ക് ഗുരുതര പരിക്ക്. പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമെന്ന് നാട്ടുകാർ. രാജസ്ഥാനിൽ പിഞ്ചു കുഞ്ഞിനോട് കൊടും ക്രൂരത. 10 മാസം പ്രായമുള്ള കുഞ്ഞിനെ പിതാവ് തലക്കടിച്ച് കൊലപ്പെടുത്തി. സംഭവം ബുണ്ടിയിൽ. പ്രതി ജിതേന്ദ്ര ബൈർവ അറസ്റ്റിലായി. ഉത്തരാഖണ്ഡിൽ 14-കാരിയെ പീഡിപ്പിച്ച കേസിൽ BJP നേതാവ് അറസ്റ്റിൽ. പിടിയിലായത് അൽമോറ ജില്ലയിലെ പ്രാദേശിക BJP നേതാവ് ഭഗവത് സിംഗ് ബോറയ. പ്രതിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് BJP. തമിഴ്നാട്ടിൽ അവധി ദിവസങ്ങളിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സ്പെഷ്യൽ ക്ലാസുകൾ നടത്തരുതെന്ന് സർക്കാർ. സേലം ജില്ലയിലെ സ്വകാര്യ സ്കൂളുകളിൽ ക്ലാസുകൾ നടത്തുന്നുണ്ടെന്ന പരാതിയിലാണ് നിർദ്ദേശം. കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വിശ്രമത്തിനാണ് അവധി നൽകുന്നതെന്ന് സർക്കാർ. തമിഴ്നാട്ടിൽ AI ലബോറട്ടറി സ്ഥാപിക്കാൻ ഗൂഗിൾ. അമേരിക്കയിൽ വെച്ച് മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായി ഗൂഗിൾ അധികൃതർ ധാരണാപത്രം ഒപ്പുവെച്ചു. ഗോവയിൽ വാഹനാപകടം. അപകടമുണ്ടായത് കാർ നദിയിലേക്ക് മറിഞ്ഞ്. അപകടത്തിൽ ഒരു മരണം. മുംബൈയിൽ ബൈക്ക് അപകടത്തിൽ 3 പേർക്ക് ദാരുണാന്ത്യം. ഒരാൾക്ക് പരിക്കേറ്റു. തമിഴ്നാട്ടിലെ ടോൾ പ്ലാസകളിൽ നിരക്ക് വർദ്ധിപ്പിച്ചു. ദേശീയപാതകളിലെ 25 ടോൾ ബൂത്തുകളിൽ വർധന പ്രാബല്യത്തിൽ വന്നു. 5 മുതൽ 150 രൂപ വരെയാണ് വർദ്ധിപ്പിച്ചത്. തെലങ്കാന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം തട്ടിയെടുക്കാൻ ശ്രമിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. റവന്യൂ വകുപ്പിന്റെ പരാതിയിൽ നൽഗൊണ്ട ജില്ലയിൽ നിന്നാണ് 2 പേരെ അറസ്റ്റ് ചെയ്തത്. സർക്കാർ പണം തട്ടിയെടുക്കാൻ പ്രതികൾ വ്യാജ മെഡിക്കൽ ബില്ലുകൾ ഉണ്ടാക്കിയെന്നും കണ്ടെത്തി. രാജ്യതലസ്ഥാനത്തെ മലിനീകരണം 45% കുറയ്ക്കാൻ സാധിച്ചുവെന്ന് ഡൽഹി സർക്കാർ. സർക്കാരിന്റെ ദീർഘകാല പദ്ധതികൾ ഗുണം ചെയ്തു. 2000 ഇലക്ട്രിക് ബസ്സുകൾ കൊണ്ടുവന്നതും പരിസ്ഥിതി സൗഹാർദ്ദ വികസനത്തിന് പ്രാധാന്യം നൽകിയതും മലിനീകരണം കുറയാൻ കാരണമായെന്ന് ഡൽഹി പരിസ്ഥിതി മന്ത്രി ഗോപാൽ റായ്. 33ാമത് സഫ്ദർ ഹാഷ്മി നാടകോത്സവം സംഘടിപ്പിച്ച് ഡൽഹിയിലെ സാംസ്കാരിക കൂട്ടായ്മയായ ജനസംസ്കൃതി. സംവിധായകൻ പ്രിയനന്ദൻ സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായി. വയനാടിന്റെ ദുരിതാശ്വാസ പ്രവർത്തനത്തിനായി ഫണ്ട് സമാഹരണവും നടന്നു. തെക്കൻ ലെബനന് നേരെ ഇസ്രയേൽ ആക്രമണം. 3 കുട്ടികൾക്ക് ഗുരുതര പരിക്ക്. ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിൽ ഗസയിൽ ഇതുവരെ 17,000 കുട്ടികൾ കൊല്ലപ്പെട്ടുവെന്ന് UN. റഫ നഗരത്തിലെ ഹമാസ് തുരങ്കത്തിൽ നിന്ന് 6 ബന്ദികളുടെ മൃതദേഹങ്ങൾ ഇസ്രയേലി പ്രതിരോധ സേന കണ്ടെടുത്തു. ഇസ്രയേലി സൈന്യം ജെനിനിൽ വൈദ്യുതി വിച്ഛേദിച്ചു. റഷ്യൻ സൈനിക താവളങ്ങൾ ആക്രമിക്കാൻ അനുവാദം തേടി യുക്രൈൻ സംഘം വാഷിംഗ്ടണിൽ. റഷ്യയ്ക്കുള്ളിൽ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ അനുവദിക്കണമെന്ന് യുക്രൈൻ. റഷ്യൻ ഊർജ്ജ പ്ലാന്റുകളിൽ തീപിടുത്തം. യുക്രൈൻ ഡ്രോൺ ആക്രമണത്തെ തുടർന്നെന്ന് റിപ്പോർട്ട്. സ്ഥിതിഗതികൾ വിലയിരുത്തി പുടിൻ. സാൻ ഫ്രാൻസിസ്കോയിൽ മോഷണ ശ്രമത്തിനിടെ വെടിവെപ്പ്. NFL താരം റിക്കി പിയേഴ്സലിന് വെടിയേറ്റു. 17 വയസ്സുള്ള പ്രതി കസ്റ്റഡിയിൽ. UAEയിൽ പൊതുമാപ്പിന് തുടക്കം. ആനുകൂല്യം പ്രയോജനപ്പെടുത്തുന്നവർക്ക് പിന്നീട് യാത്രാ നിരോധനം ഏർപ്പെടുത്തില്ല. എക്സിറ്റ് പാസിന്റെ കാലാവധി 14 ദിവസം. കൂടുതൽ പേർ പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തണമെന്ന് ദുബൈയിലെ ഇന്ത്യൻ കോൺസൽ ജനറൽ സതീഷ് കുമാർ ശിവൻ. നെതന്യാഹു സർക്കാരിനെതിരെ ടെല്ലവീവിൽ വൻ പ്രതിഷേധം. ഹമാസിന്റെ കൈവശമുള്ള ബന്ദികളെ മോചിപ്പിക്കുന്നതിൽ നെതന്യാഹു സർക്കാർ പരാജയപ്പെട്ടെന്നാരോപിച്ചാണ് പ്രതിഷേധം. ബിസിനസ് വാർത്തകൾ.
റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി കുറഞ്ഞു. ഓഗസ്റ്റിൽ രേഖപ്പെടുത്തിയത് 14% ഇടിവ്. ഇറക്കുമതി കുറഞ്ഞത് റഷ്യൻ വിതരണക്കാർ വിലക്കിഴിവ് നൽകാൻ വിസമ്മതിച്ചതോടെ. മസ്കിന്റെ എക്സിന് ബ്രസീലിയൻ ജഡ്ജി അലക്സാണ്ടർ ഡി മോറേസ് കൂട്ടിട്ടതിന് പിന്നാലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ബ്ലൂ സ്കൈയിലേക്ക് ബ്രസീലുകാരുടെ ഒഴുക്ക്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ 5 ലക്ഷം പുതിയ ഉപയോക്താക്കൾ ലഭിച്ചതായി ബ്ലൂ സ്കൈ സിഇഒ ജയ് ഗ്രാബർ. ഐറ്റൽ ഫ്ലിപ്പ് 1 ഫീച്ചർ ഫോൺ ഈ മാസം ഇന്ത്യൻ വിപണിയിൽ. നീക്കം ചെയ്യാനാവാത്ത ബാറ്ററിയും ഗ്ലാസ് രൂപകൽപ്പന ചെയ്ത കീപാഡും ഐറ്റൽ ഫ്ലിപ്പ് 1ന്റെ സവിശേഷതകളാണ്. കഴിഞ്ഞ മാസത്തെ വിൽപ്പനയിൽ ഇടിവ് രേഖപ്പെടുത്തി ടാറ്റ മോട്ടോഴ്സ്. വിൽപ്പനയിൽ 8% ഇടിവാണ് രേഖപ്പെടുത്തിയത്. ആഭ്യന്തര വിൽപ്പന 76,261 നിന്ന് 70,006 യൂണിറ്റായി കുറഞ്ഞു. വിപണിയിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങി റെഡ്മി 14C. റെഡ്മി 13Cയുടെ പിൻഗാമിയാണ് റെഡ്മി 14C. 6.88 ഇഞ്ച് LCD സ്ക്രീനും 50 മെഗാപിക്സൽ പ്രൈമറി റിയർ ക്യാമറയും പ്രധാന സവിശേഷത. ഫോൺ 4 കളർ ഓപ്ഷനുകളിൽ ലഭ്യമാണ്. യൂറോപ്യൻ വിപണികളിൽ അവതരിപ്പിച്ച മോട്ടോ G55 ഫോറസ്റ്റ് ഗ്രേ, സ്മോക്കി ഗ്രീൻ എന്നീ കളറുകളിൽ മോട്ടോ G55 ഹാൻഡ്സെറ്റ് ലഭ്യമാണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ടോട്ടനത്തിന് തോൽവി. 1-നെതിരെ 2 ഗോളിനാണ് ന്യൂകാസിൽ യുണൈറ്റഡിനോട് തോറ്റത്. സ്പാനിഷ് ലീഗിൽ റയൽ മാഡ്രിഡിന് ജയം. റയൽ ബെറ്റിസിനെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തോൽപ്പിച്ചു. കിലിയൻ എംബാപ്പയ്ക്ക് ഇരട്ട ഗോൾ. ശ്രീലങ്കയ്ക്കെതിരായ 2ാം ടെസ്റ്റിൽ ഇംഗ്ലണ്ടിന് വമ്പൻ ജയം. 190 റൺസിനാണ് ഇംഗ്ലണ്ടിന്റെ ജയം. പരമ്പരയിൽ ഇംഗ്ലണ്ട് 2-0 മുന്നിൽ. ബംഗ്ലാദേശിനെതിരായ 2ാം ടെസ്റ്റിൽ ഷഹീൻ അഫ്രീദിയെ ടീമിൽ നിന്ന് ഒഴിവാക്കിയതിൽ വിമർശനവുമായി മുൻ പാക് താരം അഹമ്മദ് ഷഹ്സാദ്. ആദ്യ ടെസ്റ്റിലെ തോൽവിക്ക് ബാബർ അസമും ഉത്തരവാദിയെന്ന് താരം. പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് 7ാം മെഡൽ. പുരുഷന്മാരുടെ ഹൈജമ്പിൽ നിഷാദ് കുമാറിന് വെള്ളി. വനിതകളുടെ 200 മീറ്ററിൽ പ്രീതി പാലിന് വെങ്കലം. ഇനി കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. പ്രഭുദേവ പ്രധാന വേഷത്തിലെത്തുന്ന പേട്ട റാപ്പിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു. സെപ്റ്റംബർ 27 ചിത്രം തിയേറ്ററുകളിലെത്തും. സണ്ണി ലിയോൺ, വിവേക് പ്രസന്ന, കലാഭവൻ ഷാജോൺ എന്നിവർ ചിത്രത്തിൽ മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കും. ഫൈസൽ ഫസലുദ്ദീൻ സംവിധാനം ചെയ്യുന്ന മേനെ പ്യാർ കിയ എന്ന ചിത്രത്തിലൂടെ പ്രീതി മുകുന്ദൻ മലയാളത്തിലേക്ക്. സഞ്ജു ഉണ്ണിത്താനാണ് നിർമ്മാണം. വെട്രിമാരൻ സംവിധാനം ചെയ്യുന്ന വിടുതലൈ 2ാം ഭാഗത്തിന്റെ റിലീസിംഗ് തീയതി പ്രഖ്യാപിച്ചു. ഡിസംബർ 20 ചിത്രം തിയേറ്ററുകളിലെത്തും. വിജയ് സേതുപതി, മഞ്ജു വാര്യർ എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്നു. മമ്മൂട്ടി നായകനായി എത്തിയ വല്യേട്ടൻ റീ റിലീസിനൊരുങ്ങുന്നു. ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ചിത്രം 25 വർഷങ്ങൾക്ക് ശേഷമാണ് 4K ഡോൾബി അറ്റ്മോസ് സിസ്റ്റത്തിൽ നൂതന ശബ്ദ ദൃശ്യവിസ്മയങ്ങളോടെ അകമ്പടിയോടെ എത്തുന്നു. ബേസിൽ ജോസഫ്, ലിജോ മോൾ എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന പൊന്മാൻ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. ജ്യോതിഷ് ശങ്കറാണ് സംവിധാനം. ദിഞ്ജിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്യുന്ന കിഷ്കിന്ദ ഖണ്ഡം എന്ന ചിത്രത്തിലെ പുതിയ ക്യാരക്ടർ പോസ്റ്റർ പുറത്ത്. സെപ്റ്റംബർ 12 ചിത്രം തിയേറ്ററുകളിലെത്തും. കൊൽക്കത്ത ബലാത്സംഗ കൊലപാതക കേസിലെ പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്ന് വിരാട് കോഹ്ലി ആവശ്യപ്പെട്ടെന്ന തരത്തിൽ സമൂഹ മാധ്യമത്തിൽ വ്യാജ പ്രചാരണം. 2022 ഒരു അഭിമുഖത്തിൽ IPL പ്രകടനത്തെക്കുറിച്ച് സംസാരിക്കുന്ന വീഡിയോയാണ് എഡിറ്റ് ചെയ്ത് തെറ്റായി പ്രചരിപ്പിക്കുന്നത്. ഇനി ലേറ്റസ്റ്റ് ന്യൂസ്. ഗുരുഗ്രാമിൽ വാഹനാപകടം, 3 പേർ മരിച്ചു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അസമിൽ ഭൂചലനം 3.6 തീവ്രത രേഖപ്പെടുത്തി. ആളപായമില്ല. ഹൈദരാബാദിൽ മയക്കുമരുന്ന് കച്ചവടക്കാർ അറസ്റ്റിലായി. ഇവരുടെ പക്കൽ നിന്ന് 3 കിലോ കഞ്ചാവ് പിടികൂടി. കനത്ത മഴയെ തുടർന്ന് ആന്ധ്രയിലും തെലങ്കാനയിലും 21 ട്രെയിനുകൾ റദ്ദാക്കി. പലയിടത്തും ട്രാക്കുകളിൽ വെള്ളം കയറിയതിനാൽ 10 ട്രെയിനുകൾ വഴിതിരിച്ചു വിട്ടതായി സൗത്ത് സെൻട്രൽ റെയിൽവേ. പാകിസ്ഥാനിൽ വീണ്ടും എംപോക്സ് കേസ് റിപ്പോർട്ട് ചെയ്തു. ഇതോടെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യുന്ന 5ാമത്തെ കേസാണിത്. വിമാനത്താവളങ്ങളിലുടനീളം ആരോഗ്യ പരിശോധന ശക്തമാക്കി പാകിസ്ഥാൻ ഭരണകൂടം.
ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. അസം തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷൻ റിപുൺ ബോറ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. വടക്കുകിഴക്കൻ സംസ്ഥാനത്തെ ജനങ്ങൾ TMCയെ പശ്ചിമബംഗാളിലെ പ്രാദേശിക പാർട്ടിയായാണ് കാണുന്നതെന്ന് റിപുൺ ബോറ. തായ്വാനിൽ വീണ്ടും പ്രകോപനവുമായി ചൈന. അതിർത്തിയിൽ നിന്ന് 10 ചൈനീസ് സൈനിക വിമാനങ്ങളും 9 നാവിക കപ്പലുകളും തായ്വാൻ കണ്ടെത്തി. ഇതോടെ 100 ന്യൂസ് പൂർണ്ണമാകുന്നു.